Hi friends, welcome to Simis Nadan Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചക്കയുടെ കൂഞ്ഞും പിന്നെ ചക്കക്കുരുവും വെച്ചിട്ടൊരു മസാലക്കറിയാണ്. ഇതൊരു തനി നാടനായിട്ടുള്ള ഒരു കറിയാട്ടോ. ഈ കറി നമ്മുടെ സാധാരണ ചിക്കൻ കറി ഇറച്ചി കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയൊക്കെ വെട്ടിക്കും ഈ ഒരു കറി. അപ്പോൾ ഈ കൂഞ്ഞ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇത് 2 ദിവസം മുന്നേയുള്ള വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യമേ ഒന്ന് കണ്ടിട്ട് വേണം കേട്ടോ ഇത് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ആട്ടോ ഇത് കഴിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചക്കയുടെ കൂഞ്ഞ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ട്, നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ കൂഞ്ഞ് എന്നുള്ള ഭാഗമുണ്ടല്ലോ, ചക്കയുടെ ഈ ചുള ഇരിക്കുന്നതിൻ്റെ മോൾ വശം വരുന്നത്, അതിനാണ് കൂഞ്ഞ് എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കളയണ്ട കേട്ടോ, അതും നമുക്ക് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് മസാലക്കറിയൊക്കെ ഉണ്ടാക്കാം. 10 ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിൻ്റെ പുറമേയുള്ള വൈറ്റ് കളറിലെ തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ, ചുമപ്പ് കളറിൽ തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കളയേണ്ട ആവശ്യമില്ല, അതിന് ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ. 15 ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്. ആദ്യമേ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എളുപ്പം വേകാനായതുകൊണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ സവാള ചേർത്താലും മതി കേട്ടോ. അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യത്തിന് മതി കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കേട്ടോ ചേർത്തേക്കുന്നത്. വെള്ളം കൂടിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇനി വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല കേട്ടോ, ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഉപ്പൊക്കെ ഞാൻ വെന്തതിന് ശേഷം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ ചക്കക്കുരു വേവിച്ചെടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓരോ ചക്കക്കുരും ഓരോ ടൈപ്പാണ് വേകുന്നത്. ഇത് പെട്ടെന്ന് വേകുന്ന ചക്കക്കുരു ആയതുകൊണ്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വേകും കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റുവാണേ. ഇത് നമ്മൾ നേരത്തെ കൂഞ്ഞും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതിപ്പോൾ വലിയ വലിയ പീസായിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി മുറിക്കാം. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇത് നമ്മൾ ഇടിക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചതഞ്ഞ് കിടക്കത്തേ ഉള്ളൂ, ഇങ്ങനെ വിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ കൂടുതലും മസാലക്കറി ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യല്. അപ്പോൾ ഇത് ഇടിച്ചക്കയുടെ മാത്രമല്ല, നമ്മൾ വലിയ ചക്കയുടെ കൂഞ്ഞ് വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ഇപ്പോൾ ചക്കക്കുരു ഇട്ടേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് വേണം ഇത് വേവിക്കാൻ. അതിപ്പോൾ നമ്മൾ ഓൾറെഡി വെന്തതായതുകൊണ്ടാണ് അതിനകത്ത് ചേർക്കാത്തത്. ഇനി ഇതിൻ്റെ അരപ്പുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങ 1/3 കപ്പ്, 5 വെളുത്തുള്ളി, 2 വറ്റൽമുളക്, അത് 2ആയിട്ട് കീറിയിടാം. നല്ല എരിവുള്ള വറ്റൽമുളകാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലി, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാകുന്ന വരെ വേണം കേട്ടോ വറുക്കാനായിട്ട്. ഈ തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം ചേർക്കാം. പെരിഞ്ചീരകം ചേർക്കുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പെരിഞ്ചീരകം മൂക്കാനായിട്ട് ആ ഒരു ചൂട് മതി. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പെരിഞ്ചീരകം കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ ആയിരുന്നു, ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറായി. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞ് ചെറിയ ചെറിയ പീസ് ആവണ്ട, ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മതി. അപ്പം നമുക്ക് കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് അതും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ ഉപ്പ് നമ്മൾ ഇപ്പോഴാട്ടോ ചേർക്കുന്നത്, ഇതിന് മുന്നേ ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് കറിവേപ്പില,
ഇനി സ്റ്റൗ ഓൺ ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് പെരണ്ട പരുവത്തിലായിട്ട് വരണം കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കറി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആക്കുന്നത് കുറച്ച് പെരണ്ട പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്, എന്തായി നോക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടച്ചു വെച്ച ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പെരണ്ട പരുവമായിട്ടുണ്ട്. ഇത് മതി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറിൽ ഇരിക്കുന്ന കേട്ടോ. കുറച്ച് ലൂസാകുന്നതിനേക്കാളും രസം ഇത് ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ്. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും 1 ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കാം. 1 വറ്റൽ മുളക് 2ആയിട്ട് പൊട്ടിച്ചിടാം. കുറച്ച് കറിവേപ്പില. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറുത്തത് കറിയിലേക്ക് ഒഴിക്കാം. മിക്സ് ചെയ്യാം. തേങ്ങ കൊത്ത് ചേർക്കുന്ന ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ വറുത്തിടാം കേട്ടോ. അതിനുശേഷം ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറി പോലെ തന്നെ ഇരിക്കും കേട്ടോ. ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിന്. ഇത് മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും ഇങ്ങനത്തെ ഒരു കറി. ഇതൊരു നാടൻ കറിയാണിത്. ചക്കയുടെ കൂഞ്ഞും ചക്കക്കുരുവും ചേർത്തിട്ടുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.